ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ നോക്കുന്നത് ഇറാൻ അസ്ഥിരപ്പെടുമോ, ഇറാനിൽ എന്ത് സംഭവിക്കും, ഇറാനിൽ ഭരണമാറ്റമാണ് അമേരിക്കയുടെ ലക്ഷ്യം, ഇസ്രായേലിന്റെ ലക്ഷ്യം അതാണ്. അതിന്റെ ആദ്യ പടിയാണ് ഇന്ന് അവർ പൂർത്തീകരിക്കുന്നത്. പക്ഷേ താൽക്കാലിക ഭരണകൂടം വരുന്നുണ്ട്, പകരം വീട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ഈ രീതിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയും ഇറാന്? എന്ത് സംഭവിക്കും ഇറാനിൽ? ആര്യ, ഇത് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ഈ ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ സ്റ്റേറ്റ്മെന്റ്, അതായത് പബ്ലിക്കലി പറഞ്ഞിരിക്കുന്ന ഉദ്ദേശം റെജീം ചേഞ്ച് എന്നാണ്. അത് ചാൻസ് കിട്ടി, ഒരുമിച്ച് എല്ലാവരെയും കിട്ടി, അവരത് ഉപയോഗിച്ചു. ടോപ്പ് എഷ്ലോണുള്ള കുറച്ച് പേര് ഒറ്റയടിക്ക് പോയി. അതിൻ്റെ കൂടെ 40 പേരാണ് ആ ബോംബിങ്ങിൽ മരിച്ചത്. അതുകൊണ്ട് റെജീം ചേഞ്ച് ആയില്ല, അതിൻ്റെ മുകളിലിരിക്കുന്ന കുറച്ച് പേര് പോയി. ആ റെജീം തന്നെ ഭരണം താൽക്കാലിക ഒരു കമ്മിറ്റിക്ക് കൊടുത്തു, പുതിയ ആൾ വന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഭരണം മാറി എന്ന് പറയാനൊക്കത്തില്ല. ഇപ്പോൾ വന്ന ആളും ഈ മരിച്ചുപോയ അല്ലെങ്കിൽ വധിക്കപ്പെട്ട സുപ്രീം ലീഡറിൻ്റെ കൂടെ തന്നെ അതേ ചിന്താഗതി വെക്കുന്ന വ്യക്തിയാണെന്നാണ് നാം മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്നിപ്പോ പുറത്തേക്ക് ഇറാനിൽ നിന്ന് കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇറാനിലെ ഭരണമാറ്റത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇറാൻ ജനത എന്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഈ എത്ര തവണ ജനകീയ പ്രക്ഷോഭങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളികൾ അവിടെ നിന്ന് ഉയർന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ കാലത്തും ഖമൈനി അത് അടിച്ചമർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത്തവണ അവിടെ മാറ്റം ആഗ്രഹിക്കുന്ന, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ജനതയെ സംബന്ധിച്ചുകൂടി ഒരു അവസരമായി ആണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ആര്യ, നാം ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് പുറകോട്ടൂടെ നോക്കണം. ഈ ഇറാന്റെ ഹിസ്റ്ററി നോക്കണം. ഇറാൻ ആദ്യമേ ഒരു മൊണാർക്കി ആയിരുന്നു, ഒരു ഡൈനസ്റ്റി റൂളായിരുന്നു. അത് കഴിഞ്ഞ് അത് പരിഷ്കാരത്തിൽ വന്നപ്പോൾ ഒരു മജ്ലിസ് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇറാന്റെ പാർലമെന്റ്, അതായത് മജ്ലിസ് വന്നത്. അത് കഴിഞ്ഞ് ഈ ഷാ പെഹൽവി എന്ന് പറയുന്ന വ്യക്തി ഒരു ജനറലായിരുന്നു. പിന്നെയാണ് അദ്ദേഹം ഷാ ആയത്. അദ്ദേഹം ഒരു അട്ടിമറിയിൽ കൂടെയാണ് വന്നത്. അന്ന് അട്ടിമറിക്ക് കൂടെ നിന്നത് ഈ ഭരണമാറ്റം അല്ലെങ്കിൽ റെജീം ചേഞ്ച് ചെയ്തത് ബ്രിട്ടീഷ് ആൾക്കാരായിരുന്നു പണ്ട്. അതിനുശേഷം ഖൊമൈനി വന്നപ്പോൾ ഷായെ മാറ്റി ഖൊമൈനിയെ കൊണ്ടുവന്ന് റെജീം ചേഞ്ച് ചെയ്തതും CIA മൊസാദ് കൂടിയാണെന്ന് നാം മറക്കരുത്. അപ്പം റെജീം ചേഞ്ചിൻ്റെ ഒരു ഹിസ്റ്ററി ഇറാനുണ്ട്. ഈ ചേഞ്ച് ആയിട്ടുള്ള വരുന്ന എല്ലാ റെജീമിനെയും രണ്ട് കൈയും കൊണ്ട് ഇൻവൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആദരപൂർവ്വം സ്വീകരിച്ച ഒരു ജനതയാണെന്ന് കൂടി നാം മറക്കരുത്. ഇതിൻ്റെയൊക്കെ ഒരു പരിണാമം എന്ന് പറയുന്നത് ഓരോ റെജീമിൻ്റെ അവസാന സമയമാകുമ്പോഴത്തേക്ക് ഒത്തിരി പബ്ലിക് അൺട്രസ്റ്റ് ഉണ്ടാകുകയും അതിനെ മുതലെടുത്ത്, അപ്പോൾ ഈ പബ്ലിക് അൺട്രസ്റ്റ് സ്വയം ഉണ്ടാകുന്നതാണോ അതോ ഉണ്ടാക്കുന്നതാണോ എന്ന് വേറെ ഒരു ചർച്ചയുടെ വിഷയമാണ്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ജനതയ്ക്ക് അകത്ത് ഭിന്നത വരുമ്പോൾ പുറത്തുള്ള ഒരു ശക്തിക്ക് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനൊരു ചാൻസ് ഉണ്ട്. അത് ഇപ്പോൾ പ്രബലമായിട്ട് നമുക്ക് കാണാം. അതിനി എങ്ങനെ പോകും എന്നുള്ളതാണ്. ഒരുപക്ഷെ താങ്കൾ കേട്ട് കാണും ട്രംപിൻ്റെ ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ റിക്വസ്റ്റ് അല്ലെങ്കിൽ ആഹ്വാനം ഇറാനിയൻ ജനതയോട് പറയുന്നത്, ഇത് നിങ്ങൾക്ക് ജനറേഷൻസിനുള്ള ഒരു ചാൻസാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അത് കളയരുതെന്ന്. അത് എങ്ങനെ നടക്കും എന്ന് കാണേണ്ടതാണ്. എനിക്കറിയാൻ വയ്യ, കാരണം ഇറാൻ അകത്ത് തന്നെ ഒത്തിരി ഫാക്ഷൻസ് ഉണ്ട്. ഇതിന്റെ ഒരു ഇന്റേണൽ ഫ്രാക്ഷൻസ് ഇന്ന് വരുന്ന ഇതുമായി അവരുടെ ആത്മീയ നേതാവ് ഇല്ലാതായി എന്ന വാർത്തയോട് വരുന്ന പ്രതികരണങ്ങൾ, ആ രാജ്യത്ത് നിന്ന് വരുന്ന പ്രതികരണങ്ങളിൽ തന്നെ ആ ഭിന്നിപ്പ് അത് വളരെ പ്രകടമാണ്.